ഹലോ മൈ ഡിയർ ഫുഡീസ്, വെൽക്കം ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡെലീഷ്യസ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ഇഫ്താർ റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്നാക്ക് ടൈം റെസിപ്പി. ഇത് കബാബ് പാവ്. വളരെ ടേസ്റ്റി, വളരെ ഡെലീഷ്യസ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ പാവ് ഞാൻ വീട്ടിലുണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പി, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കബാബ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചോപ്പറിനകത്ത് ഒരു 1/2 kg ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഇടുന്നുണ്ട്. അതിനെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പർ ഇല്ലെങ്കിൽ നമുക്കിത് മിക്സറിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ ഒരു സവാള, ഒരു ചില്ലി, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് മല്ലി ഇങ്ങനെ കോസ്ലി ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ്, പെപ്പർ പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജീരകപ്പൊടി, ഗരം മസാല. ഇട്ടേക്കുന്ന പൗഡേഴ്സും ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉപ്പും പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ബട്ടർ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇതിനെ എല്ലാം കൂടെ നമുക്ക് ഒരു ഫൈൻ പേസ്റ്റാക്കി നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. ആ മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കുറച്ച് നേരത്തേക്ക് അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് അന്നേരത്തേക്ക് നമുക്കതിനെ നല്ല ബോൾസ് ആക്കാൻ നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി കിട്ടും നമുക്ക്. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഒരു ഓപ്പൺ പ്ലേറ്റിൽ വെച്ച് 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീസ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ സ്റ്റോർ ചെയ്യാൻ സിപ്ലോക്ക് ബാക്കിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്ക് ആവത്തില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓരോന്നോരോന്നെടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ ഞാനിനിയും ഫ്രീസ് ചെയ്ത് വെക്കും. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യും. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ വളരെ എന്താ പറയുന്നത്, സ്ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ചൂടായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്സ് ഇതിനെ നല്ലപോലെ 2 സൈഡിലും ഗോൾഡൻ ആക്കി എടുക്കണം. അപ്പം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ നേരത്ത് എഗ്ഗിനകത്ത് കോട്ട് ചെയ്തിട്ടും ഫ്രൈ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഒരു എഗ്ഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എഗ് ഡിപ്പ് ചെയ്യാതെ ഫ്രൈ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. എൻ്റെ ചാനലിനെ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.